Welcome to Srinarayana Guru Open University degree classes. We are studying the paper Introduction to Mass Communication, Block 2, Unit 3, Types of Media. ഇവിടെ നമ്മൾ മീഡിയയുടെ ടൈപ്സ് പലതരം മീഡിയകളുണ്ട്. അപ്പൊ അതിലെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വേരിയസ് ചാനൽസ് അല്ലെങ്കിൽ വേരിയസ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള മീഡിയയെ പലതരത്തില് ഡിവൈഡ് ചെയ്തിട്ട് പറയാറുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് വൺ ട്രഡീഷണൽ മീഡിയ എന്നും ഡിജിറ്റൽ മീഡിയ എന്നും നമുക്ക് റഫായിട്ട് രണ്ട് കാറ്റഗറിയിൽ മീഡിയ പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ ഓരോന്നിലും, അതായത് ട്രഡീഷണൽ മീഡിയയിലും അതുപോലെ ഡിജിറ്റൽ മീഡിയയിലും പ്രത്യേകമായിട്ട് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ട്രഡീഷണൽ മീഡിയ മീൻസ് ഇത് നമുക്ക് ഒരു ലെഗസി മീഡിയ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ റിലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ട്രഡീഷണൽ മീഡിയ, ഒന്നാമത്തേത് പ്രിന്റിംഗ് മീഡിയ ആണ്, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ. പ്രിന്റ് മീഡിയയിൽ നമുക്കറിയാം ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബുക്സ്, പാംലെറ്റ്സ്, അതുപോലെ ബ്രോഷേഴ്സ്, ഇതൊക്കെയാണ് ഈ പ്രിന്റഡ് മീഡിയയിൽ വരുന്നത്. ഇപ്പൊ നമ്മളൊരു പത്രം അല്ലെങ്കിൽ ഒരു വീക്ക്ലി, ഇതൊക്കെ എന്താണ്, ഒരു മാഗസിൻ, ഇതെല്ലാം എന്താണ്, പ്രിന്റ് മീഡിയ ആയിട്ട് പറയാം. ദെൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ ആണ് മറ്റൊന്ന്. റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ ബ്രോഡ്കാസ്റ്റ് മീഡിയ ആണ്. അതുപോലെ തന്നെ ഔട്ട്ഡോർ മീഡിയയാണ് മറ്റൊന്ന്. ഇതിലാണ് നമ്മൾ ബിൽ ബോർഡ്സ്, പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, അതുപോലെ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ഈ തരത്തിലുള്ള ഔട്ട്ഡോർ മീഡിയയിലാണ്. നമ്മുടെ വഴിയരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് അല്ലെങ്കിൽ ഒരു ബിൽ ബോർഡ്, നമ്മൾ വാഹനങ്ങളിലൊക്കെ സ്ക്രീനില് പരസ്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് പോകുന്നത് കാണാറുണ്ടല്ലോ, ഒരു ബിൽ ബോർഡ്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിജിറ്റൽ മീഡിയയാണ്. ഡിജിറ്റൽ മീഡിയയിൽ നമുക്ക് ഇന്റർനെറ്റും അതുപോലെ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ആധുനിക ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറ്റ് എ ടൈം ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്താനും വളരെ സ്പീഡി ആയിട്ട് ആളുകളിലേക്ക് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനും സാധിക്കുന്നു. മാത്രവുമല്ല ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള സാധ്യതകൾ ഈ ഡിജിറ്റൽ മീഡിയക്ക് ഉണ്ട്. ഇനി നമുക്ക് ഡിജിറ്റൽ മീഡിയ ഏതൊക്കെയാണെന്ന് നോക്കാം. വെബ്സൈറ്റുകളും ബ്ലോഗുകളുമാണ് പ്രധാനമായിട്ട് വരുന്ന ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ്, വെബ്സൈറ്റുകളുണ്ട്, ബ്ലോഗുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് വിക്കിപീഡിയയും അതുപോലെ തന്നെ പേഴ്സണൽ ബ്ലോഗുകളും ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. ദെൻ സ്ട്രീമിംഗ് സർവീസസ് ആണ്, അതായത് ഒരു പ്ലാറ്റ്ഫോം ഡെലിവറിങ് വീഡിയോകള് അല്ലെങ്കിൽ ഓഡിയോ കണ്ടന്റ് ഡിമാൻഡ് അനുസരിച്ച് വരുന്ന ഇത്തരം കണ്ടന്റുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോ സോങ്ങിന് വേണ്ടി മാത്രം, മ്യൂസിക്കിന് വേണ്ടി മാത്രം ഒന്ന്, അല്ലെങ്കിൽ സ്പോർട്സ് കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ മാത്രം കൺവേ ചെയ്യുന്നത്, ഇങ്ങനെ ഇതിന് പല രീതിയിൽ നമുക്ക് ഇത്തരം സ്ട്രീമിംഗ് സർവീസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദെൻ ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോംസ് ആണ് മറ്റൊന്ന്. ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വിഷൻസ്, നമുക്ക് ഡിജിറ്റൽ വിഷൻസ് ഓഫ് ന്യൂസ് പേപ്പർ, നമ്മൾ ന്യൂസ് പേപ്പർ ഡിജിറ്റലായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇപ്പൊ ദ ഗാർഡിയൻ എന്ന ഓൺലൈൻ പത്രം ഒക്കെ ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ റീഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിൽ വരുന്നുണ്ട്. ദെൻ ഈ ബുക്സും ഈ മാഗസിൻസും ആണ് മറ്റൊന്ന്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ ന്യൂസ് പേപ്പറും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെയുള്ള ഒരു സൗകര്യം തന്നെയാണ് ഈ ബുക്ക്. അത് ബുക്കിന്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ആണ്. ഇതിന്റെ സൗകര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത് സൂക്ഷിക്കാൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. ഒരു വീട്ടില് ഒരു 100 ബുക്ക് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത് വരും. അതുപോലെ അതിന്റെ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല റിസ്ക് ആയിരിക്കും. എന്നാൽ ഈ ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു സെൽഫോണിനകത്ത് നമുക്ക് എത്രയോ ഈ ബുക്കുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. സോ അപ്പൊ ഇതാണ് ഇത്തരം ഡിവൈസുകളുടെയൊക്കെ ഒരു സൗകര്യം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഒരു
വലിയ ഏരിയ അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിളിനെ, ഓഡിയൻസിനെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. നൗ ഡേയ്സ് ഏറ്റവും അധികം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആളുകൾ ഏറ്റവും അധികം ആക്സസിബിലിറ്റി ഉള്ള മീഡിയയാണ് സോഷ്യൽ മീഡിയ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ആളുകളെ ബിസിനസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ എന്ന ജോബ് ഫെയർ ആപ്പുകളൊക്കെ ഇതിന് എക്സാമ്പിൾസ്. അതുപോലെ നോട്ട് പാഡ് എന്ന ആപ്പ്, അതുപോലെ ടെക്സ്റ്റ് ബുക്ക് എന്ന ആപ്പ് ഒക്കെ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ദെൻ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് മറ്റൊന്ന്. ഇത് ഷോർട്ട് അപ്ഡേറ്റ്സും ന്യൂസും ഒക്കെ ഷെയർ ചെയ്യുന്ന ആപ്പുകളാണ്. ട്വിറ്ററും നൗഎക്സ് ഇങ്ങനെയുള്ള ആപ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് മറ്റൊന്ന്. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിഷ്വൽസിലും അതുപോലെ തന്നെ വിഷ്വൽ കണ്ടന്റിൽ ആണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ദെൻ ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്. അതായത് ഈ ഐഡിയാസ് ഷെയർ ചെയ്തുകൊണ്ട് ഒരു നമുക്കൊരു ഡിസ്കഷനിൽ ആളുകളെ ഇങ്ങനെ എൻഗേജ് ആക്കി നിർത്തുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണ് ഇവിടെ വരുന്നത്. അതായത് ഡിസ്കഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഫോറമായിട്ട്, ഒരു ഡിസ്കഷൻ ഫോറമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ റെഡിറ്റ്, ക്വാറ ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ അടുത്ത ടൈപ്സ് ഓഫ് മീഡിയ എന്ന് പറയുന്നത് എമേർജിംഗ് മീഡിയ ആണ്. അതായത് ഒരു വിർച്വൽ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി, വെരി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത്തരം മീഡിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വിർച്വൽ റിയാലിറ്റി, VR ഉം AR ഉം ഇവിടെ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇമ്മൻസീവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യാൻ ഇത്തരം ഈ VR നും AR നും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ എക്സാമ്പിൾസ് പറയുന്നത് ഓക്യുലർ VR ഗെയിംസും അതുപോലെ AR ഫിൽറ്റേഴ്സും സ്നാപ്ചാറ്റും ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ പോഡ്കാസ്റ്റ് ആണ് മറ്റൊന്ന്. ഇത് ഓഡിയോ പ്രോഗ്രാംസ് ആണ്. നമുക്ക് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് അവൈലബിൾ ആകുന്ന ഓഡിയോ പ്രോഗ്രാംസ് ആണ് ഇതിൽ വരുന്നത്. ദ ഡെയിലി, ടെഡ് ടോക്ക് എന്ന ഡെയിലി, ഇതൊക്കെ ഇതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നു. ഇനി മറ്റൊന്നാണ് ഇന്ററാക്റ്റീവ് മീഡിയ. ഇന്ററാക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിനും ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന മീഡിയയാണ് ഇന്ററാക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. ഇതിപ്പോ ഓൺലൈൻ ആയിട്ട് തന്നെ ഗെയിം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, അതുപോലെ സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഇതൊക്കെ അവൈലബിൾ ആകുന്ന സംവിധാനമാണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ഇന്ററാക്റ്റീവ് നെറ്റ്ഫ്ലിക്സിലെ ഷോസ്, അതായത് ബ്ലാക്ക് മിറർ, ബാൻഡ് സ്നാച്ച് തുടങ്ങിയ ഷോസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ മീഡിയ എന്ന് പറയുന്നത് വളരെ കാലം മുൻപ് തൊട്ടേ മനുഷ്യനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പോൾ ഓരോ കാലത്തിനും അനുസരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങള് ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞു. ഏറ്റവും നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ മാധ്യമ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. അതിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ഇന്ന് ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇതിന്റെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.